ഗൈസ് പഞ്ചാബ് എഫ് സിയുടെ ഇന്നലത്തെ ഒരു വിന്നോട് കൂടി അവർക്ക് ഒരു നല്ല സ്റ്റാർട്ട്, അതായത് 3 മത്സരങ്ങളിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന 9 പോയിൻറ്റ്സ് നേടിയെടുക്കാനായിട്ട് സാധിച്ചല്ലോ. ഇപ്പം ISL ഒരു ഡെബ്യൂ സീസണിൽ ഒരു കോച്ചിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്. അതും ആദ്യത്തെ മാച്ച് 3 മാച്ചിൽ തന്നെ 9 പോയിൻറ്റ്സ് കിട്ടുക എന്നുള്ളത് അത് പാനോസ് നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വളരെ വലിയ പ്രതീക്ഷകൾ ഒക്കെ വെച്ചിരുന്ന പല ക്ലബ്ബുകളും അവർ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു തുടക്കം, ഇപ്പോൾ ഗോവയാണെങ്കിലും ഒഡീഷയാണെങ്കിലും ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല. സോ ആ സാഹചര്യത്തിൽ അങ്ങനെ ടോപ്പ് 6 പോലും ആളുകൾ പ്രഡിക്റ്റ് ചെയ്യാത്ത, ഇൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ് സ്കോഡൊന്നും അവകാശപ്പെടാനില്ലായിരുന്നിട്ട് കൂടി പാനോസ് അത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ് തിങ് തന്നെയാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ അവർക്കിത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കും വരിക എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത്. പറഞ്ഞാൽ ഒരു പ്രോബബിലിറ്റീസാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ഒരു സീസണിന് മുൻപ് ഇപ്പോൾ KVFCയുടെയൊക്കെ ഒരു കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഇന്ന ഫാക്റ്റുകൾ വെച്ച് നമുക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിൽ സംസാരിക്കത്തില്ല. ആ ഒരു കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് നമ്മൾ പഞ്ചാബിൻ്റെ കേസിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ ഇപ്പോൾ കളിച്ചത് ഫസ്റ്റ് മാച്ച് KBFC ആണ്, KBFC അത്ര നന്നായിട്ട് കളിച്ചില്ല ആ മാച്ചിൽ. അതുപോലെ തന്നെ ലാസ്റ്റ് മാച്ച് ഹൈദരാബാദ് FC ആണ്, അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അറിയാമല്ലോ. പക്ഷേ ഇപ്പോൾ ഒഡീഷ FCക്കെതിരെ അവർക്ക് വിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവർ നമുക്കറിയാം പേപ്പറൊക്കെ നോക്കുവാണെങ്കിൽ നല്ല സ്കോഡ് തന്നെയാണ്. പക്ഷേ ഫോർ മീ ഞാൻ പറയുകയാണെങ്കിൽ അവർ ഇപ്പം മോഹൻ ബഗാനെതിരെയൊക്കെ ടൂർണമെൻറ്റിൽ കളിച്ചതും വളരെ നല്ലൊരു കളി തന്നെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിപ്പോൾ ഏത് ടീമിനെതിരെയാണെങ്കിലും അവർക്ക് ആ രീതിയിൽ കളിക്കാൻ പറ്റും. പക്ഷേ പ്രധാനപ്പെട്ടൊരു ചലഞ്ച് അവർക്ക് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂക്കാ മേച്ചൻ്റെ ഒരു ഇഞ്ചുറി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു 2 months പുറത്താണല്ലോ. ആ ഒരു ഇഞ്ചുറി എങ്ങനെ ഒരു പ്രശ്നമായിട്ട് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു സ്ട്രൈക്കറായിട്ടുള്ള ബക്കങ്ക നമുക്കറിയാം, നോർവേജിയൻ സ്ട്രൈക്കറാണ്, വലിയൊരു പ്രൊഫൈലുമായിട്ടൊക്കെ വന്നതാണ്. പക്ഷേ ISL അദ്ദേഹത്തിൻ്റെ സോ ഫാറുള്ളൊരു പെർഫോമൻസ് നോട്ട് അപ് ടു മാർക്ക് എന്നുള്ളതാണ് പറയേണ്ടത്. സോ നമുക്കറിയാം ലാസ്റ്റ് HFC മാച്ചിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമായിരുന്നു. ലാസ്റ്റ് 3 മാച്ചിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അപ്പം ISLൽ പല പ്ലേയേഴ്സ് ആണെങ്കിലും അവരുടെ തുടക്കത്തിൽ ഗോൾ കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടുന്ന പല പ്ലേയേഴ്സിൻ്റെ ഒരു സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ബക്കങ്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഷ്വൽ ഷോട്ട്സ് അല്ലെങ്കിൽ സില്ലി മിസ്റ്റേക്സ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്പീഡ് തന്നെ, ഇപ്പോൾ ഒരു ലാസ്റ്റ് മാച്ചിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു കൃത്യമായിട്ടുള്ള ബോൾ കിട്ടി അദ്ദേഹത്തിന് അത് കൃത്യമായി റൺ ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ട്. അപ്പം അദ്ദേഹം ഒരു എത്രത്തോളം ഫിറ്റാണ് എന്നുള്ളത്, അദ്ദേഹം 100% ഫിറ്റാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ടീമിൽ ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ പറയാൻ പറ്റുന്ന ഒരു താരം, ഇപ്പം മാച്ചിനില്ലാത്ത സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന ഒരു താരം ബക്കങ്ക മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഇവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഫിലിപ്പാണെങ്കിലും അല്ലെങ്കിൽ വിദാലാണെങ്കിലും നിഹാലിനെ പോലത്തെ താരങ്ങളൊക്കെ ഗോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പം ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് എത്ര ചാൻസാണ് ബക്കങ്കയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ മറ്റ് താരങ്ങൾ ഇപ്പം വിദാലിന് കിട്ടിയിട്ടുള്ള ആ ഒരു ഫ്രീ കിക്ക് ചാൻസും അതുപോലെ ഒരു സെക്കൻഡ് ബോളായിട്ട് വന്നത് ഫിലിപ്പിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചുകൊണ്ടാണ് 2-0 അവർക്ക് വിൻ ചെയ്യാൻ പറ്റിയത്. പക്ഷേ മറ്റ് ടീമുകൾക്കൊക്കെ എതിരെ വരുമ്പോഴത്തേക്കും ഇതേപോലെ മോർ ചാൻസസ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഈ ബക്കങ്കയ്ക്ക് കിട്ടിയ 2-3 ചാൻസ് ആയിരിക്കും ചിലപ്പോൾ ആ കളിയിൽ മൊത്തത്തിൽ കിട്ടാൻ പോകുന്നത്. അപ്പം അത് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ചുകൾ വരും എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ്സിലൊക്കെ മാറ്റം ഉണ്ടാകണം, ഇതുവരെ കളിച്ച കളികളിൽ നിന്നൊരു ചേഞ്ച് സംഭവിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പറയാമല്ലോ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ പ്രൊഫൈലും ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ റീസെൻ്റ്ലി ആ ഒരു ലെവലിൽ കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ചില സംശയങ്ങളുണ്ട്. പക്ഷേ മറ്റൊരു സ്ട്രൈക്കർ എന്ന നിലയിൽ ഇപ്പം പരിഗണിക്കുന്നത് അസ്മിർ സുൽജിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോസ്നിയൻ താരമാണ്. അദ്ദേഹം ബേസിക്കലി ഒരു വിങ്ങറാണ്. ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ ലൂക്കാ മാച്ചൻ്റെയൊക്കെ അഭാവത്തിലാണ് അദ്ദേഹത്തെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഒരു എത്രത്തോളം ഒരു കംഫർട്ടബിൾ ആണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗെയിംസാണ്. അപ്പോൾ അദ്ദേഹം ബേസിക്കലി ഒരു ലെഫ്റ്റ് വിങ്ങറാണ്, അത്യാവശ്യം റൈറ്റ് വിങ്ങിലൊക്കെ കളിക്കുന്ന താരമാണ്. പിന്നെ അങ്ങനൊരു ഭയങ്കര ഒരു പ്രൊഫൈൽ ഉള്ളൊരു ഫിനിഷറായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ലാസ്റ്റ് 5 വർഷം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ആകെ സ്കോർ ചെയ്തിട്ടുള്ളത് 13 ഗോളുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ് ആരെങ്കിലും സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. അപ്പോൾ അവരുടെ ടീം അങ്ങനെ സ്ട്രൈക്കർ എന്ന നിലയിൽ പറയാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ താരം ഒമാങ് ഡൂഡുമാണ്. പക്ഷേ അദ്ദേഹം ടു യങ് ആണ്, ടീനേജറാണ്, റിസർവ് സൈഡിലേക്ക് കളിച്ചിട്ടുള്ളത്. RFTയിലെ ടോപ്പ് സ്കോർ ആണെന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷേ ISLലേക്ക് വരുമ്പോഴത്തേക്ക് ഇതേവരെ അദ്ദേഹത്തിന് അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ അതാണ് പറയാനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചലഞ്ച് തന്നെയാണ്. ഇപ്പം ബക്കങ്ക എന്ന് പറയുന്നൊരു സ്ട്രൈക്കർ
ഒരു സ്കോറിങ് ഇതിലേക്ക് വരിക എന്നുള്ളത് അദ്ദേഹം ഈ പറഞ്ഞ ഒരു ടീമിൽ നിന്ന് ഒരു വേറിട്ട് നിൽക്കുന്നൊരു പ്ലെയറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ മൊത്തത്തിലൊരു ടീം ബേസ് നോക്കുമ്പോഴത്തേക്കും. അപ്പം അദ്ദേഹം നടത്തുന്ന ഒരു പെർഫോമൻസ്, ഗോൾ അടിക്കുന്നില്ല മാത്രമല്ല, അദ്ദേഹം ടീമിൽ എത്രത്തോളം ഇൻവോൾവ് ആവുന്നു, ആ ഒരു പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രൂഷ്യലാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അസ്മിർ എന്ന് പറഞ്ഞിട്ടുള്ള താരം ഗോൾ സ്കോർ ചെയ്യാൻ വേണം. എന്താണെങ്കിലും മാച്ചിന് വരാൻ ഈ പറഞ്ഞ പോലെ 2 മാസം എടുക്കും. അപ്പോൾ ഈ ഒരു കാലയളവിൽ തന്നെ അവർക്ക് പ്രധാനപ്പെട്ട മാച്ചസും വരുന്നുണ്ട്. ഇപ്പോൾ ചെന്നൈയിൻ FC, BFC, ഗോവ, നോർത്ത് ഈസ്റ്റ് പോലെയുള്ള ടീമുകൾക്കൊക്കെ എതിരെ ഈ ഒരു കാലയളവിൽ കളിക്കേണ്ടിയും വരും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രോബബിലിറ്റി അവർ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചലഞ്ച്. ഇപ്പോൾ അവർ പോയിന്റ് ടേബിൾ 3 മാച്ച് വിൻ ചെയ്ത് 9 പോയിന്റുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു ചലഞ്ച് അവർക്ക് മുമ്പിലുണ്ട്. അതെങ്ങനെ ഓവർകം ചെയ്യും, അത് പ്ലെയേഴ്സ് അത് മാനേജ് ചെയ്യും, അല്ലെങ്കിൽ കോച്ച് അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തുമോ, ചിലപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് അത് ഇത് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. കാരണം പഞ്ചാബ് എഫ് സിയെ പറ്റി പലരും ഈ പറഞ്ഞ ഇവരുടെ ഈ ഒരു ആദ്യത്തെ 3 മാച്ച് വെച്ച് ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും പറഞ്ഞു. അപ്പം ആ ഒരു ഫാക്റ്റ്, ആ ഒരു ചലഞ്ച് എന്താണ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി സൈനിങ് ഓഫ്.